ബഹുമാനപ്പെട്ട പ്രസിഡന്റ് സിനോയ്, സെക്രട്ടറി ലേഖ സിനോയ്, ട്രഷറർ ശ്രീജു പുരുഷോത്തമൻ, പ്രിയ സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുങ്ങളെ, ആദ്യമായി തന്നെ എല്ലാവർക്കും ക്രിസ്തുമസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും നന്മകളും അനുഗ്രഹങ്ങളും ഏറ്റവും സ്നേഹത്തോടും പ്രാർത്ഥനയോടും കൂടെ ആശംസിക്കുന്നു. നമുക്കെല്ലാവർക്കും ഇഷ്ടം നല്ല വാർത്തകൾ കേൾക്കാനാണ്. സാധാരണയായ ഒരു പച്ച മനുഷ്യൻ അവൻ സന്തോഷം കണ്ടെത്തുന്നത് കൂട്ടായ്മയിലാണ്. കൂട്ടായ്മയിൽ കൂടെ ലഭിക്കുന്ന സന്തോഷമാണ് ഒരു മനുഷ്യന് ഊർജം പകരുന്നത്, അവൻ്റെ ജീവിതത്തെ വർണ്ണശബളമാക്കുന്നത്. എന്നാൽ പലപ്പോഴും നമ്മളുടെ ചെവികളിലേക്ക് വരുന്നതൊക്കെ തന്നെ കൂടുതലും പ്രൊജക്റ്റ് ചെയ്യപ്പെടുന്നതൊക്കെ തന്നെ നെഗറ്റീവ്സ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ ചാനലുകൾ, എന്തുമാത്രം ചാനലുകളാണ് അല്ലേ മലയാളികൾക്കുള്ളത്. A മുതൽ Z വരെയുള്ള ചാനലുകളെല്ലാം തന്നെ മാറി മാറി നോക്കിയാലും നമ്മൾക്ക് സന്തോഷം തരുന്നതിനേക്കാളും നമുക്ക് ആശ്വാസം തരുന്നതിനേക്കാളും ഒക്കെ നമ്മൾ കാണുന്നത് വളരെ ദുസ്സഹമായ കാര്യങ്ങൾ, വിഷമിപ്പിക്കുന്ന കാര്യങ്ങൾ, എന്തിനൊക്കെയോ വേണ്ടി, ഈവൻ മറ്റുള്ളവരുടെ നേട്ടങ്ങൾക്ക് വേണ്ടി പോലും വേറെ ഒരാളെ ഉപയോഗിക്കുകയും അതുവഴി അയാളുടെ സൽപ്പേരിന് കളങ്കം വരുത്തുക, അങ്ങനെയൊക്കെ വലിയ ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ നമ്മളൊന്ന് ഒരുപാട് കാര്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു സാധാരണ മനുഷ്യന് തികച്ചും ഒട്ടും സന്തോഷകരമല്ല. ഇറ്റാലിയൻ ഭാഷയിലൊരു ചൊല്ലുണ്ട്, ദിമ്മി കോൺ കി വായ് തിസിരോ കിസേ തു, ടെൽ മീ വിത്ത് ഹൂം യു ആർ ഗോയിങ്, ഐ ടെൽ യു ഹൂ യു ആർ. നമ്മൾ കാണുകയും കേൾക്കുകയും വായിക്കുകയും പ്രത്യേകിച്ച് ദൃശ്യ മാധ്യമങ്ങളിലൂടെ കാണുകയും ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മളെയൊക്കെ രൂപപ്പെടുത്തുന്നത്. സത്യമല്ലാത്ത കാര്യങ്ങൾ പോലും സത്യമായിട്ട് അവതരിപ്പിച്ചുകൊണ്ട് റേറ്റിംഗ് കൂട്ടുവാൻ വേണ്ടിയിട്ട് മാധ്യമങ്ങൾ മത്സരിക്കുമ്പോൾ ബലിയാക്കപ്പെടുന്ന ഒരു സംസ്കാരമുണ്ട്, ജനതയുണ്ട്, ആളുകളുണ്ട്. ഞാനിത് പറഞ്ഞു വെച്ചത് ഇതിൻ്റെയൊക്കെയും നടുവിൽ ഒരു സദ്വാർത്ത കേൾക്കുവാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഈശോമിശിഹ ജനിച്ച വേളയിൽ മാലാഖമാർ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ഇപ്രകാരം അരുളി ചെയ്തു, ഇതാ സകല ജനതയ്ക്കും വേണ്ടിയുള്ള സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. പാവപ്പെട്ട ആടിന് കൂട്ടുകിടന്ന ആട്ടുംകൂട്ടങ്ങൾക്ക് രാത്രിയിൽ കൂട്ടുകിടന്ന് അന്തി ഉറങ്ങിക്കുന്ന പാവപ്പെട്ട ഇടയന്മാർക്കാണ് മലാഖ ഈ സന്ദേശം കൊടുത്തത്. സകല ജനതയ്ക്കും വേണ്ടിയുള്ള, ഇതൊരു സെലക്റ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള സദ്വാർത്തയല്ല, ലോകം മുഴുവനും വേണ്ടിയിട്ടുള്ള എല്ലാ ജനപദങ്ങൾക്കും വേണ്ടിയിട്ടുള്ള ഒരു സദ്വാർത്ത നിങ്ങളെ ഞാൻ അറിയിക്കുന്നു. നിങ്ങൾക്കായി ദാവീദിൻ്റെ പട്ടണത്തിൽ ബെത്ലഹേമിൽ ഒരു ശിശു പിറന്നിരിക്കുന്നു. ദൈവം മനുഷ്യനായിത്തീർന്ന വലിയ രക്ഷാകര ചരിത്രത്തിൻ്റെ ആരംഭമാണ്. ബൈബിളിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ദൈവം തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു. അപ്പോൾ നമ്മുടെയൊക്കെ ഛായയും സാദൃശ്യവുമാണ് ദൈവത്തിന് എന്നുള്ളതല്ല. ദൈവത്തിന് ഛായയോ സാദൃശ്യമോ രൂപമോ ഇല്ല. ദൈവത്തിന് ഏത് രൂപവും സ്വീകരിക്കാം, ഏത് ഛായയിലും പ്രത്യക്ഷപ്പെടാം. എന്നാൽ ദൈവത്തിൻ്റെ ഛായയും സാദൃശ്യം എന്ന് പറഞ്ഞു വെക്കുന്നിടത്ത് ആ ഉൽപ്പത്തി പുസ്തകത്തിൽ ആ വരികൾക്ക് ശേഷം പറഞ്ഞു വെക്കുന്ന ഇപ്രകാരമാണ്, ദൈവം സ്ത്രീയും പുരുഷനുമായി അവനെ സൃഷ്ടിച്ചു. ദൈവം തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു, അവനെ സ്ത്രീയും പുരുഷനുമായി സൃഷ്ടിച്ചു. എന്താണ് സ്ത്രീക്കും പുരുഷനുമുള്ള പ്രത്യേകത?
സ്ത്രീയും പുരുഷനും പൂർണ്ണരാകുന്നത് അവരുടെ സ്നേഹത്തിലാണ്. സ്നേഹം ജീവിക്കുമ്പോൾ, സ്നേഹം പങ്കുവയ്ക്കുമ്പോഴാണ് ഒരു വ്യക്തിക്ക് തൻ്റെ ജീവിതത്തിന് പൂർത്തീകരണം സംഭവിക്കുന്നത്, അല്ലെങ്കിൽ സായുജ്യമുണ്ടാകുന്നത്. അങ്ങനെ ദൈവം മനുഷ്യനെ സായുജ്യമടയുവാനായിട്ട്, സംതൃപ്തനായി ജീവിക്കുവാൻ വേണ്ടിയിട്ട് സ്ത്രീയും പുരുഷനുമായിട്ട് സൃഷ്ടിച്ചു. അങ്ങനെ ദൈവം തന്നെ ഈ കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ ഈ മനുഷ്യജീവിതത്തിൻ്റെ ഇടയിൽ ഈ താളം തെറ്റിയപ്പോൾ, ക്രമം തെറ്റിയപ്പോൾ അവിടുന്ന് തന്നെ, ദൈവം തന്നെ ഇടപെടുകയാണ്. അവൻ തന്നെ മനുഷ്യൻ്റെ രൂപമെടുത്തുകൊണ്ട് വരികയാണ്. ഈ നഷ്ടപ്പെട്ടു പോയ, അല്ലെങ്കിൽ താളം തെറ്റിയ മനുഷ്യൻ്റെ ജീവിതത്തെ ഓർഡർ കൊടുക്കുവാനായിട്ട്, അല്ലെങ്കിൽ അവൻ്റെ ദൈവത്തിലേക്ക് ഡയറക്റ്റ് ചെയ്ത് അവനെ നിർത്തുവാൻ വേണ്ടിയിട്ട്, ദൈവം തന്നെ അവനെ രക്ഷിക്കുവാൻ വേണ്ടിയിട്ട് മനുഷ്യനായിട്ട് ഭൂമിയിലേക്ക് വരികയാണ്. നമ്മുടെയൊക്കെ ചെറുപ്പകാലങ്ങളിൽ മുതൽ ജാതി മതഭേദമന്യേ നമ്മുടെ നാടുകളിൽ, ഇപ്പം നമുക്കതൊക്കെ നമ്മുടെ നാട്ടിൽ പോയി പറയാമോ എന്നുള്ളത് പേടിയാണ്. വളരെ പല വിഭാഗീയതകൾ, വർഗീയതകൾ, വേർതിരിവുകൾ ഒക്കെ വന്നുകൊണ്ട് നമ്മുടെ നാട് വല്ലാതെ ബുദ്ധിമുട്ടുന്ന ഒരു അവസരമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സദ്വാർത്തയേക്കാൾ കൂടുതൽ നെഗറ്റീവുകളുടെ ന്യൂസുകളാണ് നമ്മൾ കേൾക്കുന്നത്. അങ്ങനെ നമ്മളിൽ വളരെ ഉത്സാഹത്തോടു കൂടി നമ്മളുണ്ടാക്കിയിരുന്ന പുൽക്കൂടുകൾ, ക്രിസ്തുമസ് എന്ന് പറയുമ്പോൾ തന്നെ നക്ഷത്രങ്ങളും ലൈറ്റുകളും പുൽക്കൂടുകളുമാണല്ലോ നമ്മുടെ ഓർമ്മയിലേക്ക് വരുന്നത്. ഈ പുൽക്കൂട് എന്ന് പറയുന്നത് ഒരു പറുദീസായുടെ വീണ്ടെടുപ്പാണ്. എന്താണ് പറുദീസ? ഇംഗ്ലീഷിൽ പാരഡൈസ് എന്ന് പറയും. ഈ പറുദീസ എന്ന് പറയുന്ന തോട്ടത്തിലാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് ജീവിക്കുവാൻ വേണ്ടിയിട്ട് ആക്കിയത്. എന്നാൽ ദൈവത്തിൻ്റെ കൽപ്പനകൾക്ക് വിരുദ്ധമായിട്ട്, അവരുടെ സ്വാർത്ഥതകൾ കൊണ്ട്, അല്ലെങ്കിൽ ദുഷ്ടൻ്റെ പ്രലോഭനത്തിൽ വീണുകൊണ്ട് അവർ ദൈവത്തിനെതിരെ തെറ്റ് ചെയ്യുകയും, അങ്ങനെ അവരുടെ ആ പറുദീസ അവർക്ക് നഷ്ടമാകുകയും ചെയ്തു. പറുദീസായിലുണ്ടായിരുന്നത് ആദവും ഹവ്വയും, പിന്നെ അവരെ പ്രലോഭിപ്പിക്കാൻ പാമ്പിൻ്റെ രൂപത്തിൽ വന്ന പിശാചും. ആദത്തിൻ്റെ മുമ്പിൽ ദൈവം പ്രത്യക്ഷപ്പെടുമ്പോൾ ആദം കുറ്റപ്പെടുത്തുകയാണ്, നീ എനിക്ക് സ്ത്രീയായിട്ട് തന്ന അവള് എന്നെ വഞ്ചിച്ചു. ഹവ്വ പറയുകയാണ്, സർപ്പം എന്നെ വഞ്ചിച്ചു. വളരെ നൈസായിട്ട് കൈ കഴുകുന്ന സ്വഭാവം. രണ്ടുപേരും തെറ്റ് ചെയ്തു, അതിനെ അംഗീകരിക്കാൻ തയ്യാറല്ല, മറ്റുള്ളവൻ്റെ പേരിൽ പഴി ചാരുകയാണ്. അപ്പോൾ ഈ പുൽക്കൂട്ടിലോട്ട് നമ്മൾ നോക്കുക, അവിടെയും ഒരു പുരുഷനുണ്ട്, യോസേപ്പ്. വളരെ വലിയ മാനസിക സംഘർഷങ്ങളിലൂടെ കടന്നുപോയ ഒരു മനുഷ്യൻ, ഒരു പച്ചയായ മനുഷ്യൻ, ഒരു തച്ചനായിരുന്ന മനുഷ്യൻ. അദ്ദേഹം തൻ്റെ വിവാഹം നിശ്ചയിച്ചിരുന്ന തൻ്റെ പ്രതിശ്രുത വധു ഗർഭിണിയായി കാണപ്പെട്ടപ്പോൾ വളരെ അങ്കലാപ്പെട്ട്, അവിടെയും ഇവിടെയും ഒന്നും പറയാതെ തനിയെ അവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്കി. അല്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? വിവാഹം കഴിക്കാതെ ഒരു കന്യക, അല്ലെങ്കിൽ ഒരു സ്ത്രീ ഗർഭിണിയായാൽ ഇസ്രായേൽ നിയമം അനുസരിച്ച് അവളെ കല്ലെറിഞ്ഞ് കൊല്ലണം. എന്നാൽ യോസേപ്പ് ഈ കല്യാണത്തിൽ നിന്നും പതുക്കെ പിന്മാറുകയാണ്, ആരോടും ഒന്നും പറയാതെ. അതായത് ഈ പെൺകുട്ടിക്ക് യാതൊരു അപകടവും വരുത്താതെ, അവളെ മറ്റുള്ളവരുടെ ശിക്ഷയ്ക്ക് വേണ്ടിയിട്ട് വിട്ടുകൊടുക്കാതെ ഈ മനുഷ്യൻ തന്നെത്താൻ ഒഴിഞ്ഞു പോകുവാനായിട്ട് തയ്യാറാവുകയാണ്. അങ്ങനെയെങ്കിൽ കുറ്റം അദ്ദേഹത്തിൻ്റെ പേരും വരും. നമ്മൾ കേൾക്കാറില്ലേ, കല്യാണ ദിവസം വധു ഒളിച്ചോടി, അല്ലെങ്കിൽ വരൻ ഒളിച്ചോടി എന്നൊക്കെ. അങ്ങനെ സ്വയം കുറ്റമേറ്റെടുത്തുകൊണ്ട് മറ്റുള്ള ആളെ രക്ഷിക്കുവാൻ വേണ്ടിയിട്ട് തുനിഞ്ഞ ജോസഫ് ആദത്തിൻ്റെ നേരെ എതിരാണ്. നീ എനിക്ക് തന്ന സ്ത്രീ എന്നെ വഞ്ചിച്ചെന്ന് പറഞ്ഞ് കൈയൊഴിഞ്ഞ ആദത്തിനെ പോലെയല്ല യോസേപ്പ്, മറിച്ച് ദൈവം പറഞ്ഞത് കേട്ടുകൊണ്ട് മറിയത്തെ സ്വീകരിച്ച യോസേപ്പാണ് പുൽക്കൂട്ടിലുള്ളത്. ഹവ്വയെ തള്ളിപ്പറഞ്ഞ ആദത്തിൻ്റെ സ്ഥാനത്ത് ദൈവത്തിന് ചെവി കൊടുത്തുകൊണ്ട്
മറിയത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന യോസേപ്പ്. അടുത്തുള്ളത് പരിശുദ്ധ മറിയമാണ്, കന്യകാ മറിയം. തൻ്റെ കുഞ്ഞിന് ജന്മം കൊടുത്ത, ദൈവത്തിന് ജന്മം കൊടുത്ത പരിശുദ്ധ അമ്മ പരിശുദ്ധ കന്യകാ മറിയം. അവൾ പുതിയ ഹവ്വ എന്നാണ് സഭാപിതാക്കന്മാർ വിശേഷിപ്പിക്കുന്നത്. കാരണം ആദിത്യ മാതാവായ ഹവ്വയിലെ അനുസരണക്കേട് കൊണ്ട് പാപം ലോകത്തിലേക്ക് വന്നെങ്കിൽ പുതിയ മാതാവായ, പുതിയ ഹവ്വയായ മാതാവിലൂടെ അല്ലെങ്കിൽ പരിശുദ്ധ കന്യകാമറിയത്തിലൂടെ രക്ഷ വീണ്ടും കടന്നു വരികയാണ്. അങ്ങനെ തള്ളിപ്പറച്ചിൽ നടത്താതെ ദൈവത്തിന് വിധേയപ്പെട്ടുകൊണ്ട് ദൈവത്തിൻ്റെ വചനം പാലിച്ച് ശിശുവിന് ജന്മം കൊടുക്കുന്ന പരിശുദ്ധ അമ്മ. പിന്നെ ദൈവത്തിൻ്റെ തന്നെ സുതൻ ഉണ്ണീശോ. പ്രിയപ്പെട്ടവരെ, ഞാനിത് പറഞ്ഞു വെച്ചത് നഷ്ടപ്പെട്ടു പോയ പറുദീസായുടെ കണ്ടെത്തലാണ് ക്രിസ്തുമസ്. നഷ്ടപ്പെട്ടു പോയ ചൈതന്യം വീണ്ടെടുക്കേണ്ട സമയമാണ് ക്രിസ്തുമസ്. നമ്മളും ഈ പുൽക്കൂടുകൾ ഒരുക്കുമ്പോൾ, വർണ്ണശബളമായ ലൈറ്റ് ക്രമീകരണങ്ങൾ ചെയ്യുമ്പോൾ, നമ്മൾ നക്ഷത്രങ്ങൾ തൂക്കുമ്പോഴൊക്കെ നമ്മളും ശ്രദ്ധിക്കണം, നമ്മളും കരുതണം. നമുക്ക് നഷ്ടപ്പെട്ടു പോയ എന്തൊക്കെയോ വീണ്ടെടുക്കേണ്ട സമയമാണ്. നന്മകളായിരിക്കാം, സ്നേഹബന്ധങ്ങളായിരിക്കാം, കൂട്ടുകെട്ടുകളായിരിക്കാം, ഒരുമയുടെ നിമിഷങ്ങളായിരിക്കാം, അല്ലെങ്കിൽ മുറിഞ്ഞു പോയിട്ടുള്ള വ്യക്തിബന്ധങ്ങളായിരിക്കാം. അവയെല്ലാം വീണ്ടെടുക്കുവാനുള്ള ഒരു സമയമായിട്ട് ക്രിസ്തുമസ് മാറണം. അപ്പോഴാണ് അതിന് നമുക്ക് ചൈതന്യമുണ്ടാകുന്നത്. വലിയ ആവേശത്തോടുകൂടി, സന്തോഷത്തോടുകൂടി, സംതൃപ്തിയോടുകൂടി നമുക്ക് ജീവിക്കുവാനായിട്ട് സാധിക്കുന്നത്. ദൈവം മനുഷ്യനായി മനുഷ്യനെ ദൈവമാക്കാൻ, ദൈവം മനുഷ്യനായി മനുഷ്യനെ ദൈവമാക്കാൻ, നമ്മുടെ ഇടയിൽ വന്നു പിറന്ന ഈ ദൈവപുത്രൻ, ദൈവത്തിൻ്റെ ഏകജാതൻ മനുഷ്യരൂപമാണ് സ്വീകരിച്ചത്. ഈ മനുഷ്യരൂപം സ്വീകരിച്ചുകൊണ്ട് നമ്മിൽ പോലും ഒരുവനായി. കാരണം എന്താണ്? മനുഷ്യർക്ക് മനസ്സിലാകുന്ന രീതിയിൽ സംസാരിക്കുവാൻ, മനുഷ്യന് സമീപസ്ഥമായിട്ട് സ്പർശിക്കുവാൻ, മനുഷ്യന് കൈയെടുത്ത് തോളിൽ വെച്ചുകൊണ്ട് നടക്കുവാൻ, അവൻ്റെ കണ്ണീരൊപ്പുവാൻ, അവന് വീഴുമ്പോൾ താങ്ങി ഏൽപ്പിക്കുവാൻ, അങ്ങനെയൊക്കെ അവൻ്റെ കൂടെ വസിക്കണമെങ്കിൽ ദൈവത്തിന് അവനെപ്പോലെ ആകേണ്ടിയിരുന്നു. അപ്പോഴാണ് അവർക്ക് ഭാഷ മനസ്സിലാകുന്നത്. ദൈവത്തിൻ്റെ ഭാഷ മനസ്സിലാകുന്നത് അപ്പോഴാണ്. ഇനി എന്തുകൊണ്ടാണ് ദൈവപുത്രൻ ഒരു കാലിത്തൊഴുത്തിൽ ഒരു ശിശുവായിട്ട് വന്ന് പിറന്നത്? എന്തുകൊണ്ടാണ്? അവൻ രാജാതിരാജനാണ്, ദൈവത്തിൻ്റെ പുത്രനാണ്. എങ്കിലും പുൽക്കൂട്ടിൽ വന്ന് പിറന്നതിൻ്റെ കാരണം എല്ലാവർക്കും അവിടെ ഇടമുണ്ടായിരുന്നു, സ്ഥലമുണ്ടായിരുന്നു, എല്ലാവർക്കും അവൻ്റെ അടുത്ത് ചൊല്ലാൻ സാധിക്കുമായിരുന്നു. രാജാവായ അവന് ഏതെങ്കിലും കൊട്ടാരത്തിൽ വന്ന് ജനിച്ചിരുന്നെങ്കിൽ, ഏതെങ്കിലും ഒരു പാലസിൽ വന്ന് ജനിച്ചിരുന്നെങ്കിൽ മറ്റുള്ള സാധാരണക്കാർക്കും ആട്ടിടയന്മാർക്കും ഒന്നും അവിടെ പ്രവേശനം ഉണ്ടാകുമായിരുന്നില്ല. അവിടെ VIP-കൾക്ക് അല്ലെങ്കിൽ സെലക്റ്റഡ് പേഴ്സൺസിന് മാത്രമേ പാലസിലൊക്കെ പ്രവേശനമുള്ളൂ. അതുകൊണ്ടാണ് എല്ലാവരെയും ഉൾക്കൊള്ളുവാൻ വേണ്ടിയിട്ട്, എല്ലാവരെയും വീണ്ടെടുക്കുവാൻ വേണ്ടിയിട്ട് ദൈവം എല്ലാവരിലും ചെറിയവനായി, ദൈവം മനുഷ്യനായി മനുഷ്യനെ ദൈവമാക്കുവാൻ. ഇത് നമ്മൾ ഇന്ത്യൻ ഫിലോസഫിയിലും കാണുന്ന അതേ തത്വമാണ്. അദ്വൈതം, ദ്വൈതം, അദ്വൈതം, അദ്വൈത വേദാന്ത. അദ്വൈത വേദാന്തത്തിൽ പഠിപ്പിക്കുന്നത് എന്താണ്? രണ്ടല്ല ഒന്ന്. ദ്വൈതം എന്ന് പറയുന്നത് രണ്ടാണ്, അദ്വൈതം എന്ന് പറയുന്നത് ഒന്നാണ്. എന്ന് പറഞ്ഞാൽ രണ്ടിൻ്റെ നെഗറ്റീവാണ്. അപ്പോൾ എന്താണ് ഒന്ന്? അഹം ബ്രഹ്മാസ്മി. അഹം ബ്രഹ്മാസ്മി. വാട്ട് ഡസ് ഇറ്റ് മീൻ? ഞാൻ ബ്രഹ്മനാകുന്നു, ഞാൻ ബ്രഹ്മനാണ്. ബ്രഹ്മനിൽ നിന്ന് വന്നു ബ്രഹ്മനിലോട്ട് തിരിച്ചു പോകാനുള്ള എൻ്റെ ഒരു അസ്തിത്വം, ദ ഹ്യൂമാനിറ്റി that I received and I live in this world, but I have got a particular mission to be accomplished. ആ ഒരു മിഷനുമായിട്ട് ഞാനിവിടെ ജീവിക്കുകയാണ്. അപ്പോൾ ക്രിസ്തുവിന് ജനനത്തിന് വർഷങ്ങൾക്ക് മുമ്പേ തന്നെ, നൂറ്റാണ്ടുകൾക്ക് മുമ്പേ തന്നെ ഹിമാലയ സാനുക്കളിൽ
നമ്മുടെ ഭാരതത്തിൻ്റെ മഹർഷീവരന്മാർ പ്രാർത്ഥിച്ചിരുന്നു. എന്തിനു വേണ്ടിയിട്ട്? അവർ പ്രാർത്ഥിച്ചിരുന്നത് എന്തായിരുന്നു? തമസോമ ജ്യോതിർഗമയ, അസത്തോമ സത്ഗമയ, മൃത്യോമ അമൃതം ഗമയ. ഈ മഹർഷിവര്യന്മാരുടെ പ്രാർത്ഥന ഇതായിരുന്നു: അസത്യത്തിൽ നിന്നും സത്യത്തിലേക്കും, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്കും, മരണത്തിൽ നിന്ന് മരണമില്ലായ്മയിലേക്കും നയിക്കണമേ എന്നുള്ള പ്രാർത്ഥന. അഹം ബ്രഹ്മാസ്മി. അങ്ങനെയുള്ള പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി തീർന്നതാണ് ദേവപുത്രൻ്റെ ജനനം. അവൻ വന്നിട്ട് പറയുകയാണ്, ഞാനാകുന്നു വഴി, ഞാനാകുന്നു സത്യം, ഞാനാകുന്നു ജീവൻ. എന്നിലൂടെ അല്ലാതെ ആരും നിത്യരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നില്ല. വഴിയും സത്യവും ജീവനുമായി ഈ വഴിയാകുന്ന പ്രകാശത്തിനും ഈ അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്കും, മരണപ്പെട്ടു പോകുന്ന മനുഷ്യൻ്റെ ആ വളരെ ദുർബലമായ നേച്ചറിൽ നിന്ന് അമർത്യതയിലേക്കും കരകയറ്റപ്പെടുവാനുള്ള വലിയ പ്രാർത്ഥനയുടെ ഉത്തരമാണ് ദൈവം കൊടുത്തത്. ഈ ദേവപുത്രൻ്റെ ജനനം. ദൈവം വീണ്ടെടുക്കുകയാണ് മനുഷ്യനെ, ആ പ്രകാശത്തിലേക്ക്, നിത്യപ്രകാശത്തിലേക്ക് നയിക്കുകയാണ്. അവിടെ അഹം ബ്രഹ്മാസ്മിയായിട്ട് നമ്മൾ മാറണം എന്ന് പറഞ്ഞാലോ, ദൈവം മനുഷ്യനായി മനുഷ്യനെ ദൈവമാക്കുവാൻ പൗലോസ്ലീഹ തൻ്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്, യേശുക്രിസ്തുവിനുണ്ടായിരുന്ന മനോഭാവങ്ങൾ നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്, ആശംസിക്കുകയാണ്, ആവശ്യപ്പെടുകയാണ്. എന്തായിരുന്നു യേശുക്രിസ്തുവിനുണ്ടായിരുന്ന മനോഭാവം? അവൻ ദരിദ്രനായിരുന്നു, ദരിദ്രനെ വീണ്ടെടുത്തിരുന്നു, അവൻ എല്ലാവരോടും ക്ഷമിച്ചിരുന്നു, ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു, നന്മ പ്രവർത്തിച്ചിരുന്നു, എല്ലാവരുടെയും കണ്ണീരൊപ്പിയിരുന്നു, എല്ലാവരോടും സഹാനുഭൂതി കാണിച്ചിരുന്നു. പഴയ നിയമകാലങ്ങളിലെല്ലാം ദൈവം ഒരു കോപിഷ്ഠനായിട്ട് തെറ്റുകൾക്ക് ശിക്ഷിക്കുന്ന വലിയൊരു ആളായിട്ട് പ്രതിഷ്ഠിച്ചിരുന്നെങ്കിൽ പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ ഈശോയുടെ വരവോടുകൂടി, ദൈവപുത്രൻ്റെ ജനനത്തോടു കൂടി കരുണയുള്ള ദൈവത്തിൻ്റെ മുഖം ലോകത്തിന് കാട്ടിക്കൊടുക്കുകയാണ്. ദൈവം ശിക്ഷിക്കുന്നവനല്ല, രക്ഷിക്കുന്നവനാണ്. നീ ചെയ്തിരിക്കുന്ന തെറ്റുകൾക്കെല്ലാം കണക്ക് വെച്ചുകൊണ്ട് നിന്നെ നശിപ്പിക്കുവാനിരിക്കുന്ന വലിയ ഒരു വ്യക്തിത്വമല്ല ദൈവം. മറിച്ച് നിന്റെ കഷ്ടപ്പാടിലും, നിന്റെ ദൈന്യതയിലും, നിന്റെ പാപത്തിലും, നിന്റെ പോരായ്മയിലും, നിന്റെ വീഴ്ചകളിലും നിന്നോടൊപ്പം നിന്നുകൊണ്ട് നിനക്ക് വേണ്ടി വാദിക്കുന്നവനാണ് ദൈവം, നിന്നെ രക്ഷിക്കുന്നവനാണ് ദൈവം. അങ്ങനെയാണ് ഈശോ മിശിഹായിലൂടെ ദൈവത്തിൻ്റെ കരുണയുടെ മുഖം, ക്ഷമയുടെ മുഖം, കമ്പാഷൻ്റെ മുഖം അങ്ങനെ മനുഷ്യന് മനസ്സിലായത്. അതുവരെ ഭീതിയോട് കണ്ടിരുന്ന ദൈവത്തെ സ്നേഹത്തോടുകൂടി സമീപിക്കുവാൻ, സ്വാതന്ത്ര്യത്തോടുകൂടി സമീപിക്കുവാനായിട്ട് മനുഷ്യജനതയ്ക്ക് സാധിച്ചു. ഇന്ന് നമ്മളും സ്വന്തമാക്കേണ്ടതാണ്. ദൈവത്തിൻ്റെ അടുത്തേക്ക് കടന്നു ചെല്ലുക. ദൈവം നമുക്ക് എതിരല്ല, ദൈവം നമ്മുടെ കൂടെയാണ്. അദ്ദേഹത്തിൻ്റെ പേരാണ് ഇമ്മാനുവൽ, മീൻസ് ഗോഡ് ഈസ് വിത്ത് അസ്. ദൈവം നമ്മുടെ കൂടെയാണ്. അതുകൊണ്ട് ദൈവം ഒരിക്കലും നമുക്ക് എതിരല്ല. നമ്മൾ അങ്ങനെ ചിന്തിക്കുകയും വേണ്ട. നീ വീണവനാണോ? നീ പാപിയാണോ? നീ തകർന്നവനാണോ? നീ നഷ്ടപ്പെട്ടവനാണോ? നോ പ്രോബ്ലം. ദൈവമുണ്ട്. നിനക്ക് വേണ്ടി ഒരുത്തൻ ഉണ്ട് ഈ ലോകത്തിൽ. നിന്റെ തമ്പുരാൻ നിൻ്റെ കൂടെ ഉണ്ടാകും എന്നുള്ളത് കൊണ്ട് നമ്മൾ ഉറച്ച് വിശ്വസിക്കുക, അത് ദൈവത്തിൽ ശരണം വയ്ക്കുക. പ്രിയപ്പെട്ടവരെ, മനുഷ്യനായി വന്ന് നമ്മളെ ദൈവമാക്കുവാൻ, ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തുവാൻ, ദൈവത്തിൻ്റെ നഷ്ടപ്പെട്ടു പോയ കൃപാവരം തിരിച്ചു നൽകുവാനായിട്ട്, പർദീസായിലൂടെ അനുസരണക്കേടിൽ നഷ്ടപ്പെട്ട ദൈവത്തിൻ്റെ ചൈതന്യം തിരിച്ചു തരുവാൻ വേണ്ടിയിട്ട് നമ്മുടെ ഭൂമിയിൽ വന്ന് നമുക്ക് വേണ്ടി ഭൂജാതനായ തമ്പുരാൻ കർത്താവിനെ ഈ അവസരത്തിൽ നമ്മൾ സന്തോഷത്തോടെ ഓർക്കുമ്പോൾ നമുക്ക് മറക്കാതിരിക്കാം. അഹം ബ്രഹ്മാസ്മി, ഞാൻ ദൈവത്തിൽ അലിയേണ്ടവനാണ്. ഞാനും ദൈവവും രണ്ടും രണ്ടല്ല. ദൈവികത എന്നിലുണ്ട്. കാരണം ഇത് ഞാൻ അമ്മയുടെ ഉദരത്തിൽ ഉരുവാക്കപ്പെട്ട ആ നിമിഷം എന്നിൽ ദൈവം നിക്ഷേപിച്ച ഒന്നാണ് ഈ ആത്മീയത, അല്ലെങ്കിൽ ആത്മാവ്, സോൾ. അത് എപ്പോൾ വന്നെന്നോ, എപ്പോഴാണ് ഉരുവാക്കപ്പെട്ടതെന്നോ ഒരു മെഡിക്കൽ സയൻസിനോ, ഒരു പ്രവാചകനോ, അല്ലെങ്കിൽ ഒരു മഷ്നോട്ടക്കാരനോ പ്രവചിക്കാൻ കഴിയുന്ന കാര്യമല്ല. ഓൺലി ഗോഡ് നോസ് ദ മൊമെൻറ്റ്, ദ വെരി മൊമെൻറ്റ് ഓഫ് കൺസ്യൂമെൻറ്റ്. അതായത് പുരുഷ ബീജവും സ്ത്രീയുടെ അണ്ടവും കൂടി ചേരുന്ന ആ സമയം ഒരു സ്ത്രീക്കോ പറയാൻ പറ്റത്തില്ല, ഒരു പുരുഷനും പറയാൻ പറ്റത്തില്ല, ഒരു മെഡിക്കൽ സയൻസിനും പറയാൻ പറ്റത്തില്ല. ദ വെരി മൊമെൻറ്റ് ഓഫ് കൺസ്യൂമെൻറ്റ്. അവിടെയാണ് ദൈവം ഇടപെടുന്നത്, ദൈവത്തിന് മാത്രം അറിയാവുന്നത്. അവിടെ ദൈവം ആത്മാവിനെ നിക്ഷേപിക്കുകയാണ്. ആ ആത്മാവാണ്
നമ്മളിവിടെ ജീവിക്കുന്നത് വീണ്ടും ആ ആത്മാവാണ് ദൈവത്തിലേക്ക് തിരിച്ചു ചെല്ലേണ്ടത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും നന്മകളുണ്ടെങ്കിൽ അതിനെ വീണ്ടെടുക്കുവാനുള്ള ഒരവസരമായിട്ട് നമുക്കിതിനെ കരുതാം. സമ്മാനങ്ങൾ കൊടുക്കുകയും ആശംസകൾ അറിയിക്കുകയും ഗാനങ്ങൾ പാടുകയും ഒക്കെ ചെയ്യുമ്പോഴും നമ്മൾ ഓർക്കേണ്ട കാര്യം ഇതാണ്: നമുക്ക് നഷ്ടപ്പെട്ടു പോയ എന്തെങ്കിലും നന്മകളുടെ കുറവുണ്ടെങ്കിൽ അവയൊക്കെ വീണ്ടെടുക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. അങ്ങനെ ദൈവത്തിൽ ശരണപ്പെട്ടുകൊണ്ട് നമുക്ക് ഈ പുതിയ വർഷത്തിലേക്ക് കടക്കാം. ദൈവം നമുക്ക് കൂടെയാണ്, ദൈവം നമ്മുടെ ഒപ്പമാണ്, ദൈവം നമുക്കെതിരല്ല. അവൻ നമുക്ക് വേണ്ടി വന്നവനാണ്, നമുക്ക് അവന് വേണ്ടി ജീവിക്കാം. അങ്ങനെ ദൈവത്തിലൊന്നായി ചേർന്ന് നല്ല ഒരു ആത്മീയ ജീവിതത്തിലൂടെ, നമ്മുടെ നല്ല കുടുംബ ജീവിതത്തിലൂടെ, നല്ല സൊസൈറ്റിയിലുള്ള ജീവിതത്തിലൂടെ നല്ല പൗരന്മാരായിട്ട്, നല്ല മക്കളായിട്ട് നമുക്ക് മുന്നേറാം. ഈശോ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാ മംഗളങ്ങളും അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും അതുപോലെ തന്നെ പുതിയ വർഷത്തിൽ ഒരു പ്രത്യാശയുടെ കിരണങ്ങൾ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞാൻ ഈ ഇടയിൽ കണ്ട ഒരു തമാശ ആയിട്ടുള്ളൊരു ഒരു ട്രോൾ പോലെ ഇങ്ങനെ വന്ന നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ചില പ്രചരിക്കുന്ന ഒരു പക്ഷേ നിങ്ങളും കണ്ടിട്ട് കാണും. 2025 നല്ലതായിരിക്കണമെന്ന് ഞാൻ ആഘോഷിച്ചു, പ്രാർത്ഥിച്ചു. പക്ഷേ ഒന്നും നന്നാകുമെന്ന് വിചാരിച്ചു, നന്നില്ല, ഒന്നും അങ്ങോട്ട് സെറ്റായില്ല. തമ്പുരാനെ 2026 ഒന്ന് മിന്നിച്ചേക്കണേ, അല്ലേ? നിങ്ങൾ കണ്ടു കാണാം. അങ്ങനെയുള്ള ഒരു പ്രാർത്ഥന എല്ലാവരുടെയും മനസ്സിലുണ്ടല്ലോ. അപ്പോൾ നഷ്ടപ്പെട്ടു പോയ നന്മകളെ വീണ്ടെടുക്കുവാനുള്ള അവസരമാകട്ടെ. നമുക്ക് ശാന്തിയും സമാധാനവും സന്തോഷവും ഐശ്വര്യവും ആരോഗ്യവും ദൈവകൃപയും നിറഞ്ഞതായിട്ട് ഈ 2026 മാറട്ടെ. തമ്പുരാൻ നിങ്ങളെല്ലാവരെയും നയിക്കട്ടെ. ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. നിങ്ങളെല്ലാവരുടെയും എല്ലാവിധ മംഗളങ്ങളും ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.